Hi guys, welcome back to my YouTube channel. ഇന്നിപ്പോൾ എന്താ ഇരുന്നിട്ടൊക്കെ പരിപാടിയാണല്ലേ. നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ആസ് ആൻ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ഹൗ മച്ച് ക്യാൻ ഏൺ പെർ വീക്ക് ഇൻ ദ UK. ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ഒരുപാട് ലോങ് ആക്കി ചടപ്പിച്ചിട്ടില്ല. സോ ആദ്യം തന്നെ നമ്മൾ സ്റ്റുഡൻസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ, സ്റ്റുഡൻസ് 20 hours വർക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു ജോബ് ആയിക്കോട്ടെ 2 ജോബ് ആയിക്കോട്ടെ, നമ്മൾ വീക്കിലി സ്റ്റുഡൻസ് 20 hours വർക്ക് ചെയ്യാൻ പറ്റൂ. ആൻഡ് ആൾസോ ക്യാഷ് ഇൻ ഹാൻഡ് ജോബ് ഈസ് ടോട്ടലി ഇല്ലീഗൽ ഇൻ UK. നമുക്ക് ഫുൾ NI ജോബ്സേ പറ്റൂ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ നമ്മുടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് അടുത്ത കാര്യം, കറൻ്റ്ലി UK ബേസിക് പേ 12.21 ആണ്. പിന്നെ കുറച്ച് ഏജിനൊക്കെ അനുസരിച്ച് ലെസ് ദാൻ 18 അതൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ 12.21 ആണ് ബേസിക് പേ കറൻ്റ്ലി UK. ആൻഡ് ആൾസോ ഓരോ സ്റ്റുഡൻസിനും വീക്കിലി കിട്ടുന്ന അവേഴ്സ് വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടിക്ക് 14 മണിക്കൂറേ കിട്ടൂ, ചില കുട്ടികൾക്ക് 20 hours കംപ്ലീറ്റ് ആയി കിട്ടും, ചില കുട്ടികൾക്ക് വെറും 6 മണിക്കൂറോ 7 മണിക്കൂറേ കിട്ടൂ. സോ അതിനൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്ക് കിട്ടുന്ന പൈസയിൽ വ്യത്യാസം വരും. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുട്ടിക്ക് കറക്റ്റ് 20 hours കിട്ടുകയും ചെയ്തു, ബേസിക് പേയുമാണ്. സോ എത്ര രൂപ നമുക്ക് വീക്കിലി ഏൺ ചെയ്യാൻ പറ്റും? ബേസിക് പേ 12.21 ആണ്. സോ സിമ്പിളായിട്ട് നമുക്ക് 20 hours കിട്ടിയാൽ 20 multiplied by 12.21. സോ അത് എത്രയെന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട്. 244.2 ആണ് നമുക്ക് ടോട്ടൽ കിട്ടുക. ആൻഡ് ആൾസോ സ്റ്റുഡൻസ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് എന്നാൽ നമുക്ക് നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് ഡിഡക്ഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെയായാലും അത് മൊത്തത്തിൽ പോയാലും, ഇപ്പം നമ്മൾ നെസ്റ്റ് ആയാലും NI ആയാലും പോയാൽ എന്തായാലും ഒരു 200 pound നമുക്ക് 20 hours കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 200 pound എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 120 pound എന്തോ ആണ്. സോ നമുക്ക് 24,000 സംതിങ് ഏൺ ചെയ്യാൻ പറ്റും. ആൻഡ് ആൾസോ അപ്പോൾ നമ്മൾ ഭയങ്കര വലിയ സംഭവമൊക്കെ ആലോചിക്കരുത്. ഒരാഴ്ച 24,000 pound, 24,000 രൂപ പൈസ തന്നെ എന്ന് വിചാരിക്കരുത്. അതിനനുസരിച്ച് ഇവിടെ ചിലവുണ്ട്. സോ ആ ചിലവിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആൾസോ നോട്ട് ദ പോയിന്റ്, ഇവിടെ വന്ന് 6 മാസമായിട്ട് ജോലി കിട്ടിയ ഒരാളാണ് ഞാൻ. ആ 6 മാസം എനിക്ക് പാർട്ട് ടൈം ജോബ് ഒന്നും ശരിയായില്ല, പല കാരണം കൊണ്ട്. സോ ആ ഒരു പീരീഡൊക്കെ ഇറ്റ്സ് ടു സ്ട്രഗിളിങ്. പിന്നെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിന്, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഡിഡ്ന്റ് ഗെറ്റ് 20 hours. അധികം ആൾക്കാർക്കും 15 മണിക്കൂർ 14 മണിക്കൂർ അത്രയ്ക്ക് കിട്ടുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ആൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ വീഡിയോസ് കാണുന്നത് അധികവും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. സോ ചിലവുള്ള കാര്യമൊന്നുമില്ല, ഒന്ന് ചെയ്ത് വെക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇടയ്ക്കിടയ്ക്ക് സോ വരുന്നുണ്ട്, ശരിയാക്കാം. ഓക്കെ, ബൈ ബൈ.